നമസ്കാരം. എല്ലാ ദൂരദർശൻ പ്രേക്ഷകർക്കും വർത്തമാനകാലത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഹരിതാഭമായ കേരളത്തെക്കുറിച്ച് ഏറെ അഭിമാനിക്കുന്നവരാണ് മലയാളികളായ നമ്മൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പച്ചയാങ്കിരിപ്പിട്ട സഹിനിൽ തലയാഴ്ച കിടക്കുന്ന മനോഹരിയായ ഒരു നവോഢയെ പോലെയാണ് കേരളം. നമുക്കറിയാം, ഉത്തുംഗമായ മലനിരകളും അതുപോലെ തന്നെ ഫലഭൂയിഷ്ടമായ ഇടനാടും അതുപോലെ തന്നെ സാഗര തീരവും എല്ലാം ഒത്തുചേരുന്ന കേരളത്തെക്കുറിച്ച് നമുക്ക് ഏറെ പറയാനുണ്ട്. പക്ഷേ കേരളത്തിന്റെ പരിസ്ഥിതിയെ മാറ്റിമറിച്ചുകൊണ്ട് ധാരാളം കെട്ടിട സമുച്ചയങ്ങൾ നമ്മുടെ നഗരങ്ങളിൽ വളർന്നു വരികയാണ്. കൂടുകൾ പോലെ മുളച്ചു പൊന്തുന്ന ഈ കെട്ടിട സമുച്ചയങ്ങൾ നമ്മുടെ കാഴ്ചകളെ മറയ്ക്കുന്നു, നമ്മുടെ പരിസ്ഥിതിയെ മാറ്റുന്നു. ഇങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉയരുകയാണ്. ഇന്ന് വർത്തമാനകാലം ചർച്ച ചെയ്യുന്നു കോൺക്രീറ്റ് വനമാകുന്ന ഹരിത കേരളം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് പ്രസിദ്ധ ആർക്കിടെക്റ്റും അതോടൊപ്പം തന്നെ പരിസ്ഥിതി സൗഹൃദപരമായ നിർമ്മാണ പ്രവൃത്തികളെ പ്രയോക്താവുമായ പത്മശ്രീ ജി ശങ്കർ അവർകളാണ്. ശങ്കർ സാറിന് ഹാർദമായ സ്വാഗതം. അതോടൊപ്പം കേരളത്തിന് പുറത്തുള്ള നഗരങ്ങളിലും ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ബിൽഡർ കൂടിയായ ശ്രീ GR രത്നകുമാർ അവർകളാണ്. രത്നകുമാറിനും വർത്തമാനകാലത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ശങ്കർ സാർ, കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹരിത ഭംഗിയാർന്ന നമ്മുടെ കേരളത്തിൽ കൂൺ പോലെ അമ്പരചുംബികളായ ധാരാളം കെട്ടിട സമുച്ചയങ്ങൾ ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് പ്രധാന നഗരങ്ങളിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും അതുപോലെ കോഴിക്കോടും ഒക്കെ ഇങ്ങനെ ധാരാളം കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ നമ്മുടെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതാണോ? ആ ഒരു പ്രവണത ആശാസ്യകരമാണ്. ചോദ്യത്തിന് ഉത്തരം വളരെ വ്യക്തമാണല്ലോ. അതായത് പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതല്ലെന്നും ഒട്ടും ആശാസ്യമല്ലെന്നും ഞാൻ ആദ്യമേ വ്യക്തമായിക്കൊള്ളട്ടെ. പക്ഷേ ഇതില് ഈ പശ്ചാത്തലമായിട്ട് കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കടുത്ത നഗരവൽക്കരണം ഉയർത്തുന്ന ഒട്ടേറെ വെല്ലുവിളികൾ നമ്മുടെ കൊച്ചു കേരളവും നേരിടുന്നുണ്ട്. നഗരവൽക്കരണത്തിന്റെ തോതും ആഴവും നമ്മളെ വിഭ്രമിപ്പിക്കുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാന ഒരു പാരിസ്ഥിതിക പ്രത്യേകത എന്ന് പറയാവുന്ന, ലോകത്തെ ഒരിടത്തും കാണാത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കേരളം ചെറു പട്ടണങ്ങളുടെ ഒരു നീണ്ട നിരയാണ്. നമുക്ക് ഈ സാധാരണ വലിയ നഗരങ്ങളില്ല, അത്രയും വലിയ നഗരങ്ങളില്ല. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ചെറിയ തലസ്ഥാനമാണ് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം തന്നെ. കൊച്ചി തീർച്ചയായിട്ടും വളർന്ന് വികസിക്കുന്ന ഒരു വലിയ പട്ടണമായിട്ട് മാറിയിരിക്കുന്നു. അടുത്ത കാലത്ത് ഒരു പക്ഷേ വലിയ നഗരമായിട്ട് മാറിയേക്കാം. അങ്ങനെ നഗരവൽക്കരണത്തേക്ക് വളരെ അതിവേഗം ഉദിക്കുന്ന ഒരു ജനസഞ്ചയമാണ്, ഒരു പരിസ്ഥിതിയാണ് കേരളത്തിലുള്ളത്. ഇതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ജനസാന്ദ്രതയാണ്. ലോകത്തിലെ ഉദാഹരണം ഞാൻ പറയാം. പശ്ചിമ കൊച്ചി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. നമ്മുടെ കൊച്ചി നഗരത്തിന്റെ തീരഭാഗത്തുള്ള പശ്ചിമ കൊച്ചിയില് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള, അതുപോലെ നമ്മുടെ അഞ്ചുതെങ്ങ് എന്ന് പറഞ്ഞ ഏരിയയിൽ നമ്മുടെ കണക്കിലൊന്നും പെടാത്ത ചില ഏരിയസ് ഉണ്ട്. അവിടെയൊക്കെ ലോകത്തിലെ ഏറ്റവും കഠിനമായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒട്ടേറെ ലക്ഷങ്ങൾ താമസിക്കുന്ന, നമ്മൾ മനസ്സിൽ പോലും വിശ്വസിക്കാനൊക്കാത്ത, ഇവിടെ 1 കിലോമീറ്റർ വിസ്തൃതിക്കകത്ത് 15,000 20,000 പേര് താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാനൊക്കാത്ത കണക്കുകളാണ്. അപ്പം ജനസാന്ദ്രത ഒരു ഭാഗത്ത് കൂടിയിരിക്കുന്നു, ഭൂമിയുടെ അളവ്. ഏറ്റവും വലിയ വെല്ലുവിളി അതൊന്നുമല്ല. കേരളം, നിങ്ങൾ ഒരു ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ മലകളുണ്ട്, ഈ തീരദേശങ്ങളുണ്ട്, കേരളത്തിലെ സമതല പ്രദേശം. ഈ 3 പ്രദേശങ്ങളോടും ഇണങ്ങിച്ചേരുന്ന രീതിയിലുള്ള വാസ്തുശില്പ ശൈലിയിൽ നിന്ന് നിർഭാഗ്യവശാൽ നമ്മൾ പുറകോട്ട് പോയിരിക്കുന്നത്. അതാണ് എനിക്കൊന്ന് കേരളം നേരിടുന്ന ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ട് പ്രതിരോധിക്കേണ്ട നടപടി തുടങ്ങേണ്ടതുണ്ട്. നമുക്ക് കെട്ടിടങ്ങൾ വേണം എന്നുള്ളതിനെ പറ്റി യാതൊരു സംശയമില്ല. കെട്ടിടങ്ങൾ വേണം. അത് ഏത് മാതൃകയിൽ വേണം. ബഹുതല മാതൃകയ്ക്ക് ഞാൻ പ്രാഥമികന് എതിരാണ്. അത് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് യോജിക്കുന്നതല്ല എന്ന് തന്നെയാണ് എൻ്റെ ഇത്. രണ്ടാമത്തെ കാര്യം, അതിന്റെ ഈ ബാക്കി ചില ഒരുപാട് ഭവന നിർമ്മാണം ഈ രീതികളുണ്ട്. ഈ ഒന്നിച്ച് ക്ലബ് ചെയ്തിട്ടുള്ള ടൗൺ ഹൗസസ് എന്നൊക്കെ റോ ഹൗസിംഗ് എന്നൊക്കെ വിചാരിക്കുന്ന രീതിയിൽ, അല്ലെ ചെറിയ 2 നില അല്ലെ 3 നില കെട്ടിടങ്ങൾക്ക് ഉയരം കുറഞ്ഞ സമുച്ചയങ്ങൾ. ഇതൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ സ്ഥലത്തിന്റെ ലഭ്യത
നമുക്ക് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരാണ്. അവർക്കാണ് നമുക്ക് വീടുകൾ ഉണ്ടാക്കിയത്. കേരളത്തിലെ പൗരന്മാർ ദാരിദ്ര്യം എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്കാണ്. പണക്കാർക്ക് അതിനൊന്നും വിഷയമില്ല. അപ്പം അവർക്ക് വേണ്ടി സ്ഥലം കണ്ടെത്തി വീട് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും സ്ഥലത്തിന്റെ വലിയ പ്രശ്നമാണ്. അവരെപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പുറമ്പോക്കുകളിൽ താമസിക്കുന്നവരാണ് അവർക്ക് വീട് കൊടുക്കുമ്പോഴും നമ്മൾ കുറച്ച് ഉത്തരവാദിത്തോടെ നല്ല സ്ഥലങ്ങളിൽ വീട് കൊടുക്കണം എന്നൊക്കെ എനിക്ക് ആലോചിക്കാം. തീർച്ചയായിട്ടും സാർ, ഈ തരത്തിൽ ഫ്ലാറ്റുകൾ വരുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ പാർപ്പിട പ്രശ്നം പരിഹരിക്കപ്പെടുകയാണോ ചെയ്യുന്നത്? തീർച്ചയായും എക്കോ വീടുകൾ നിർമ്മിക്കുന്നതിനെ ഞാൻ എതിരല്ല. അത് വളരെ നല്ല കാര്യം തന്നെ. പക്ഷെ ജനസാന്ദ്രത കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഒരു 4 വില്ല പണിയുന്ന സ്ഥലത്ത്, ഞങ്ങളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഇവിടെ ചെയ്തു, ഒരു 4 വില്ല പണിയുന്ന ഒരു സ്ഥലത്ത് ഏതാണ്ട് 1 ലക്ഷം FSI കൺസ്യൂം ചെയ്യാൻ പറ്റും. 15 നില കെട്ടിടം ഞങ്ങൾ പണിതു. 60 ഫ്ലാറ്റുകളും അതിനകത്തുണ്ട്. 4 കുടുംബത്തിനെ താമസിക്കുന്ന സ്ഥലത്താണ് 60 വീടുകൾ വരുന്നത്. അപ്പൊ എല്ലാവർക്കും പാർപ്പിടം വേണം. ആ പാർപ്പിടങ്ങൾക്ക് എത്രയോ ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഹയർ